LZW. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു നമ്പർ തരും, ഒരു ഡിക്ഷണറി തരും. ഫസ്റ്റ് ഇനിഷ്യൽ ഡിക്ഷണറി എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഇൻഡെക്സ് അതുപോലെ എഴുതുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇൻഡെക്സ് എൻട്രി ഔട്ട്പുട്ട് എന്ന് പറഞ്ഞൊരു ഫോർമാറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെ എൻകോഡഡ് ഔട്ട്പുട്ട് ഇൻഡെക്സ് എൻട്രി, ഇങ്ങനെ ഒരു ഫോർമാറ്റ് നമുക്ക് ചെയ്യാം. അപ്പം ആദ്യം എൻകോഡഡ് ഔട്ട്പുട്ട് ആൻസറാണ്. അത് വേണമെങ്കിൽ അപ്പുറത്ത് എഴുതാം, കുഴപ്പമില്ല. വേണമെങ്കിൽ ഇങ്ങനെ തന്നെ എഴുതാം. ഇൻഡെക്സ് ലെഫ്റ്റിൽ എഴുതാം. എൻട്രി എന്ന് പറയുന്നത് എൻട്രി, പിന്നെ നമുക്ക് ഔട്ട്പുട്ട് ആൻസർ ഈ സൈഡിലോട്ട് എഴുതാം. അപ്പോൾ ആദ്യത്തെ ഇൻഡെക്സ് ഇത് ഇനിഷ്യൽ ഡിക്ഷണറിയാണ്. ഇനിഷ്യൽ ഡിക്ഷണറി അതുപോലെ എഴുതുക. A/B_R_T 2 3 4. ഓക്കെ, സ്പീഡിൽ പറയുന്നത് സ്ഥലമില്ലാത്തതുകൊണ്ട് അല്ല, സൈസ് വലുതാവും വീഡിയോ. അപ്പം പെട്ടെന്ന് നമ്മൾ ചെയ്യുകയാകുമ്പം ആദ്യം ഇത് അതുപോലെ എഴുതുക. നമുക്ക് ക്വസ്റ്റ്യൻ തരുന്നത് ഇത്രയായിരിക്കും, 3 1 4 6 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതെന്ന് പറഞ്ഞാൽ T ആണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് വരുന്നത് 3 ആണ്. 3 വരുമ്പം ഔട്ട്പുട്ടിൽ 3 വരണമെങ്കിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതുന്ന സാധനത്തിൻ്റെ നമ്പറായിരിക്കും ഇവിടെ എഴുതുന്നത്. എന്നിട്ട് അടുത്ത സാധനം നമ്മൾ ചുമ്മാ എഴുതത്തേ ഉള്ളൂ. അത് എൻകോഡ് ചെയ്യാൻ പോകുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ എൻട്രിയിലെ റൈറ്റിൽ കിടക്കുന്ന സാധനം രണ്ടാമത്തെ ലാസ്റ്റ് ക്യാരക്ടർ എൻകോഡ് ചെയ്യാൻ പോകുന്ന സംഭവമാണ്. അത് നമ്മൾ എൻകോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഓക്കെ, അപ്പം നമ്മൾ 3 ആൻസർ വരണമെങ്കിൽ ഇവിടെ കിടക്കുന്നതിൻ്റെ നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ കിടക്കുന്ന നമ്പർ എന്താ? 3 എന്ന് പറഞ്ഞാൽ 6 അതുപോലെ എഴുതുക. ഓക്കെ, ഇനി അതിൻ്റെ അടുത്ത് കിടക്കുന്ന ക്യാരക്ടർ നമ്മൾ എൻകോഡ് ചെയ്യൂല. അപ്പോൾ ഔട്ട്പുട്ട് നോക്കി നമുക്ക് ആൻസർ പറയാൻ പറ്റൂല. അപ്പോൾ ഇവിടെ കിടക്കുന്ന സംഭവം നമ്മൾ അതുപോലെ എഴുതുക. ഡാഷ് ഇട്ട് വെക്കാം. ഓക്കെ, ഇത് LZ ഡീകോഡാണേ. ഓക്കെ, LZ ഡീകോഡിങ് ആണ്. അപ്പോൾ നമ്മൾ ഈ നമ്പർ തന്നിട്ട് നമ്മൾ ഈ സ്ട്രിങ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്ക് LZW ഡീകോഡിങ്ങിൽ 3 ഇവിടെ വന്നു. 3 വരണമെങ്കിൽ ഇവിടെ 6 3 ആയിരിക്കണം. നമ്മൾ അടുത്ത് ഡാഷ് ഇട്ട് വെക്കുക. എന്നിട്ട് ഇനി അടുത്ത നമ്പർ എന്താ? 3 1 വരണമെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്ന സാധനം എന്തായാലും A ആയിരിക്കണമല്ലോ. ഓക്കെ, A ആയിരിക്കും. അപ്പോൾ ഇവിടത്തെ നമ്മൾ ഡാഷ് ഇട്ട് വെക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ നമ്മൾ എൻകോഡ് ചെയ്തപ്പോൾ പഠിച്ചതാണ് 6A എന്ന് എഴുതിയാലേ നമ്മളിത് എൻകോഡ് ചെയ്യുന്നില്ലല്ലോ. അപ്പോൾ അടുത്ത 6A വരും. അപ്പോൾ ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഡാഷ് ഇട്ടത് ഈ A ആണ്. അപ്പോൾ ഇവിടെ ഈ ഡാഷ് A ആണ്, ഇവിടുത്തെ ഡാഷ് A ആണ്. അപ്പോൾ ഇവിടുത്തെ സാധനം ഇത് എഴുതിയിട്ട് വേണം ഇങ്ങോട്ട് A എഴുതാൻ. ഇല്ലേ തെറ്റിപ്പോവും. ഞാൻ ഇങ്ങനെയാണ് ഒരു ട്രിക്ക് പഠിക്കുന്നത്. അടുത്ത ഡാഷ് ഇടുക. അടുത്ത നമ്പർ ആൻസർ ക്വസ്റ്റ്യൻ 4 ആണ്. 4 വരുമ്പോൾ എന്തായാലും ഇവിടെ 4 ആണ്. ഇവിടെ നമുക്ക് അറിഞ്ഞുകൂടാ. 4 എന്ന് പറയുന്നത് എന്താ? T ആണ്. ഇവിടുത്തെ അറിഞ്ഞുകൂടാ, അതുപോലെ വിടുക. അടുത്ത നമ്പർ 6 ആണ്. 6 എന്ന് പറയുന്നത് A. ഓക്കെ, ഇവിടുത്തെ ഡാഷ് നമുക്ക് അറിഞ്ഞുകൂടല്ലോ. അപ്പോൾ ഇങ്ങോട്ട് വരയ്ക്കുക T. ഓക്കെ, AT ആണെന്നറിയാം. അപ്പോൾ 6 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തുടക്കം 6 ആണ്. തുടക്കം 6 ആണെങ്കിൽ 6 എന്ന് പറഞ്ഞാൽ എന്താണ്? 80. അവസാനത്തെ അറിഞ്ഞുകൂടാ, ഡാഷ് ഇടുക. ഓക്കെ, ഇനി അടുത്തത് 6 കഴിഞ്ഞ് 8 അത് എഴുതി വെക്കാം. 8 4 2 1 2 5 10 6 11. ഓക്കെ, ഇത്ര പറയാം. ഇനി 8 എന്ന് പറയുന്നത് നമുക്കറിയാം ഇതാണ്. ഈ സാധനം എന്ന് പറയുന്നത് A ആയിരിക്കും. ഇത് ഫില്ല് ചെയ്യുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും, എല്ലാം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം 8 കിടക്കുന്ന 80 ഡാഷാണ്. അപ്പോൾ അതുപോലെ 80 ഡാഷ് എന്ന് എഴുതുക. AT ഡാഷ്. ഇനി നമുക്ക് അടുത്തത് അറിഞ്ഞുകൂടാ, അപ്പോൾ അതും ഡാഷ് ഇടുക. അപ്പം നമുക്കറിയാം ഈ പറയുന്നത് ഇവിടുത്തെ സാധനമായിരിക്കുമല്ലോ ഇവിടുത്തെ സാധനം. അപ്പോൾ നമുക്കറിയാം ഈ ഡാഷ് A ആണ്. അപ്പോൾ നമ്മൾ 80 ഡാഷ് എന്ന് എഴുതിയത് ഇത് തിരിച്ചിങ്ങോട്ട് വരും, A വരും. മനസ്സിലായി? നമ്മൾ 80 ഡാഷ് എഴുതിയത് നമ്മൾ അതുപോലെ എഴുതി 80 ഡാഷ്. ഈ ഡാഷ് അടുത്തതിൻ്റെ ഡാഷാണ്. ഓക്കെ, 80 ഡാഷ് അതുപോലെ എഴുതി നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ 80 ഡാഷ് എഴുതി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടുത്തെ സാധനം ഇവിടുത്തെ ആദ്യത്തെ ക്യാരക്ടർ ആയിരിക്കും ഇവിടുത്തെ ലാസ്റ്റ് ക്യാരക്ടർ. അതൊരു മെയിൻ റൂളാണെന്ന് വിചാരിച്ചു, സിമ്പിളായിട്ട് പറയാം. അപ്പം നമ്മളിവിടെ എഴുതി കഴിയുമ്പോൾ നമുക്ക് ആദ്യത്തെ ക്യാരക്ടർ കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഡാഷ് A ആണ്. അപ്പോൾ ഈ ഡാഷ് A ആണെങ്കിൽ എന്തായാലും ഈ ഡാഷും A ആയിരിക്കും. ഇനി ഈ ഡാഷ് നമുക്ക് അറിഞ്ഞുകൂടാ, അതുപോലെ കിടക്കട്ടെ. ഓക്കെ, ഇനി അടുത്തത് 4 ആണ്. 4 വന്നു കഴിഞ്ഞാൽ T ആണ്. T എഴുതുക, അടുത്ത ഡാഷ് ഇടുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇത് ഇങ്ങോട്ട് എഴുതിയാൽ പോരെ T. അപ്പോൾ അത് ഫില്ലായി.
ഇനി അടുത്ത 11, 12, 13 ഇതേ സ്റ്റെപ്പ് ഒന്നുകൂടെ ചെയ്ത് പോവാം. 2 എന്ന് പറയുന്നത് ബി ബ്ലാങ്ക് ഡാഷ്. 1 എന്ന് പറയുന്നത് എ ഡാഷ്. 2 എന്ന് പറയുന്നത് ബി ബ്ലാങ്ക് ഡാഷ്. ഫില്ല് ചെയ്ത് പോവുക. ഞാൻ ഫില്ല് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങോട്ട് വരും, ബി ബ്ലാങ്ക് വരും, ഇത് ഇങ്ങോട്ട് വരും, എ വരും, ഇവിടെ ബി ബ്ലാങ്ക് വരും. അങ്ങനെ ഫില്ല് ചെയ്ത് പോവുക. ചെയ്തിട്ട് ഫില്ല് ചെയ്താൽ മതി, പ്രശ്നമൊന്നുമില്ല. ആവശ്യം വരുമ്പോൾ ഫില്ല് ചെയ്താൽ മതി. ഇനി 5 വരുമ്പോൾ നമുക്കറിയാം 5 6 ആണ്. അപ്പോൾ 6 അതുപോലെ എഴുതുക, ഒരു ഡാഷ് ഇടുക. 15 ഇങ്ങനെയല്ല ഇത് പറഞ്ഞത്, അത് ഞാൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണ്, ഡാഷ് ഇട്ടുക. ഓക്കെ, 10 എന്ന് 5 എഴുതി 6 ഡാഷ്. 10 എന്ന് പറയുന്നത് ടി ബി ബ്ലാങ്ക് ആണ്. ടി ബി ബ്ലാങ്ക് എഴുതിയിട്ട് ഡാഷ് ഇടുക. ഓക്കെ, അപ്പോൾ ഈ ടി ഇങ്ങോട്ട് വരും, ടി വരും. ഓക്കെ, ടി ബി ബ്ലാങ്ക്. 6 എന്ന് പറയുന്നത് 80 ആണ്. 6 എന്ന് പറയുന്നത് 80 ആണ്. 80 ഡാഷ് ഇടുക. 11 എന്ന് പറയുന്നത് ബി ബ്ലാങ്ക് എ ആണ്. അപ്പോൾ ബി ബ്ലാങ്ക് എ എഴുതുക, ഡാഷ് ഇടുക. ലാസ്റ്റ് ഔട്ട്പുട്ട് അല്ല, ഇനിയുണ്ട്. 11 കഴിഞ്ഞ് 13, 6 കൂടിയുണ്ട്. ഓക്കെ, ബി ബ്ലാങ്ക് എ എഴുതുക, ഡാഷ് ഇടുക. ഇത് അങ്ങോട്ട് എഴുതുക, ബി ബ്ലാങ്ക് എഴുതുക, ഇങ്ങോട്ട് എഴുതുക, എ എഴുതുക. ഇനി അടുത്ത് 13 ആണ്. 13 എന്ന് പറയുമ്പം ബി ബ്ലാങ്ക് എ ആണ്. അപ്പോൾ ബി ബ്ലാങ്ക് എ എഴുതുക, ഡാഷ് ഇടുക. 6 എന്ന് പറയുന്നത് 80 ആണ്. 80 എഴുതുക, ബ്ലാങ്ക് ഇടുക. എന്നിട്ട് അത് ഫില്ല് ചെയ്യുക. ഇതിങ്ങോട്ട് വരും, ഇവിടെ എ വരും. ഓക്കെ, 6 ലാസ്റ്റ് അല്ലേ, ലാസ്റ്റിന് ഒന്നും വേണ്ട, 80 തീർന്നു. ഓക്കെ, അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എത്ര മിനിറ്റായി? ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഇത് നോക്കാം. ഇത് നോക്കുമ്പം മനസ്സിലാവും. ആൻസർ 3 ഇവിടെ തൊട്ട് എഴുതിയാൽ മതി ആൻസർ. അപ്പോൾ RA നമ്മളിത് ഇങ്ങോട്ട് എഴുതിയതല്ലേ, അപ്പം 2A എഴുതണ്ട. RA T ഇവിടുത്തെ ഫസ്റ്റ് ക്യാരക്ടർ നമ്മൾ എന്തായാലും ഇവിടെ എഴുതുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് നോക്കാം. ഫസ്റ്റ് ക്യാരക്ടർ ഒന്നെങ്കിൽ ഡാഷ് അതുപോലെ എഴുതിയിട്ട് ഫസ്റ്റ് ക്യാരക്ടർ നോക്കാതെ പോവുക. എങ്ങനെയെങ്കിലും മനസ്സിലായല്ലോ. RA കഴിഞ്ഞ് T ആണ്. അപ്പോൾ RAT കഴിഞ്ഞ് A, RATA, അത് കഴിഞ്ഞ് കണ്ട ഈ എ അങ്ങോട്ട് പോയത്. അപ്പോൾ ബാക്കി TA ഉണ്ട്, പിന്നെ ഈ എ അപ്പുറത്ത് പോയത്. പിന്നെ ടാറ്റ് ഉണ്ട്. ടാറ്റ് കഴിഞ്ഞിട്ട് ബി ബ്ലാങ്ക് ഉണ്ട്. ബി ബ്ലാങ്ക് കഴിഞ്ഞിട്ട് എ ഉണ്ട്. എ കഴിഞ്ഞിട്ട് ബി ബ്ലാങ്ക് ഉണ്ട്. ബി ബ്ലാങ്ക് കഴിഞ്ഞിട്ട് എ ഉണ്ട്. എ കഴിഞ്ഞിട്ട് ഓക്കെ, എന്തോ പ്രശ്നമുണ്ട്. ഇവിടെ എന്തോ ചെറുതായിട്ട് തെറ്റിയാൽ മതി. ഓക്കെ, അത് നോക്കിയാൽ മതി. ഇവിടെ എന്തോ പറ്റിയേ? എ ബി ബ്ലാങ്ക് എഴുതി, ബി ബ്ലാങ്ക് 2 ബി ബ്ലാങ്ക് ആയിരുന്നു. ഓക്കെ, കറക്റ്റ് 2 ബി ബ്ലാങ്ക്. ഇതാണ് ഡാഷ്. ഓക്കെ, ഇത് ഡാഷാണ്. അപ്പോൾ ഇവിടെ വരുമ്പോൾ RAT എങ്ങനെയാണ്? 5 എന്ന് പറയുന്നത് RA ആണ്. ഓക്കെ, ഇവിടെ എ എഴുതിയിട്ട് ഇവിടെ എ വരുമല്ലോ. എന്നൊക്കെ ഇവിടെ എ അല്ല വരുന്നത്, ഇവിടെ ബി ബ്ലാങ്ക് എ. ഇപ്പം 2 അല്ലേ, 2 ബി ബ്ലാങ്ക് ആണ്. ബി ബ്ലാങ്ക് ഡാഷ് ആണ്. ബി ബ്ലാങ്ക് ഡാഷിൽ ഇവിടുത്തെ സാധനമാണ് ഇവിടെ എഴുതേണ്ടത്, 6 ആണ് എഴുതേണ്ടത്. ഓക്കെ, തെറ്റിപ്പോയത്. ബി ബ്ലാങ്ക് 6. അത് കഴിഞ്ഞ് എന്താ ബി ബ്ലാങ്ക് 6, എ അല്ല 6 കഴിഞ്ഞിട്ട് എ ടി ബി ബ്ലാങ്ക് എ ടി ബി ബ്ലാങ്ക് എ ബി ബ്ലാങ്ക്. മനസ്സിലായി? ഇത് കളയുക, ഇത് കണ്ട എ ടി. അതാണ് ആൻസർ. നോക്കണം, കൺഫേം ചെയ്യണം. ഓക്കെ, ഉണ്ട് RAT ടാറ്റ് അറ്റാറ്റ് ബാബു റാറ്റ് ബാറ്റ് ബാബ് റാറ്റ്. കറക്റ്റ്. ബ്ലാങ്ക് A 6. ഓക്കെ, തെറ്റെന്ന് തോന്നുന്നു. AT കഴിഞ്ഞ് 19th വന്നത് AT. ബി ബ്ലാങ്ക് 6 ആണ് കേട്ടോ. ഇവിടെ ബി ബ്ലാങ്ക് A കഴിഞ്ഞിട്ട് ഈ 30 എന്ന് പറയുന്നത് ബി ബ്ലാങ്ക് 6 ആയിരുന്നു. ഓക്കെ, ഞാൻ എഴുതിയത് തെറ്റിപ്പോയതാ. 30 എന്ന് പറയുന്നത് കണ്ട, ഇവിടെ 30 എന്ന് പറയുന്നത് ബി ബ്ലാങ്ക് 6 ആണ്. 13 ബി ബ്ലാങ്ക് 6 ആണ്. 13 ബി ബ്ലാങ്ക് 6 എഴുതി. അപ്പോൾ ബി ബ്ലാങ്ക് 6 ആണ് ആൻസർ. ഇവിടെ 6 ആണ്, തെറ്റിപ്പോയതാ. ഓക്കെ, ബി ബ്ലാങ്ക് 6 AT. ബി ബ്ലാങ്ക് 6 AT.
ഇതാണ് ആൻസർ.